നീണ്ടകര ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബർ വർക്കേഴ്സ് യൂണിയൻ CI2 മോറിസ് വിങ്ങിന്റെ തൊഴിലാളിയാണ് ഞാൻ. അനധികൃതമായ മത്സ്യക്കുരുതിക്കും അനധികൃതമായ ഫിഷിങ്ങിനുമെതിരായിട്ടുള്ള എന്റെ പ്രതിഷേധമാണിത്. എല്ലാ അധികാരികളിലും എത്തുന്നവരെയും അടിയന്തരമായ നടപടി എടുക്കേണ്ടതുകൊണ്ടും എല്ലാവരും ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ മത്സ്യക്കുരുതിയാണിത്. എത്ര ടൺ മത്സ്യത്തെയാണ് ഈ നശിപ്പിച്ചിട്ട് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഞങ്ങൾ 600ഓളം തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 600ഓളം തൊഴിലാളികളും ഈ മത്സ്യക്കുരുതിക്ക് എതിരാണ്. എന്നാൽ ഈ നമ്മുടെ യൂണിയൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രം തൊഴിലാളികൾ നിസ്സഹായകരായി നിൽക്കുകയാണ്. കടലിൽ നിന്ന് പിടിച്ചിട്ട് വരുന്ന മത്സ്യം ലേലം ചെയ്യുക എന്നത് ലേലക്കാരുടെ തൊഴിൽ തന്നെയാണ്. എങ്കിലും അതിനെ ആ സംഘടന ഒന്നാകെ എതിർക്കുകയാണെങ്കിൽ ഇതിനെ ഒരു പരിധിവരെ തടയാൻ കഴിയുന്നതാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ കമ്മീഷൻ സംഘടനയിലുള്ളവർ തന്നെയാണ് ഈ മത്സ്യങ്ങൾ എടുക്കുന്നത്. എങ്കിലും ഫിഷ് മർച്ചന്റ് പോലുള്ള കമ്മീഷൻ ഏജൻസി, ആ കമ്മീഷൻ സംഘടന ഇതിനെ എതിർത്തിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേന്. അടുത്തതായി അധികാരികളെ കുറിച്ച്. ഉദ്യോഗസ്ഥർ, ഈ ഹാർബർ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ, അവിടുത്തെ ഉദ്യോഗസ്ഥര്, ഹോസ്റ്റൽ പോലീസ്, ശക്തികുളങ്ങര പോലീസ്, ചവറ CI, ഈ സർക്കിളിനുള്ളിൽ ആണ് ഇത്രയും വലിയ അനീതി നടന്നിട്ടും ഇവർ എന്തുകൊണ്ട് ഇതിനെ ശക്തമായി നേരിടുന്നില്ല, തടയുന്നില്ല എന്നത് കണ്ടെത്തേണ്ട ഏറ്റവും വലിയൊരു ആവശ്യകത തന്നെയാണ്. അടുത്തതായി ഇതിന്റെ ബിസിനസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു ചരുവം മീൻ എന്ന് പറയുന്നത് ഒരളവ്, ഒരു ചരുവം അല്ലെങ്കിൽ ഒരു കൊട്ട 40 കിലോ മുതൽ 50 കിലോ വരെയാണ് അതിന്റെ തൂക്കം. അതിന്റെ വിലയാണെങ്കിലോ 400 മുതൽ 600 വരെ. ഏകദേശം ഇത് ഒരു മത്സ്യത്തൊഴിലാളിക്കോ അതിന്റെ ബോട്ടുടമയ്ക്കോ അല്ലെ വള്ളത്തിന്റെ ഉടമയ്ക്കോ ലഭിക്കുക എന്ന് പറയുക എന്നത് വെറും 10 മുതൽ 15 രൂപ വരെയാണ്. എന്നാൽ ഈ കമ്പനിക്കാർ ഇവർക്ക് ഇട്ടുകൊടുക്കുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ മത്സ്യത്തിന് 40 രൂപയാണ്. 40 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് 1 കിലോ മത്സ്യത്തിന്റെ വിലയാണ്. ബോട്ടുടമയ്ക്ക് കിട്ടുന്നത് വെറും 15 രൂപ. ട്രാൻസ്പോർട്ടേഷനും ലേബർ ചാർജ് ഉൾപ്പെടെ ഈ ഏജന്റിന് ആവുക എന്ന് പറഞ്ഞാൽ മാക്സിമം 20 രൂപ. ഈ ബാക്കി 50% ആണ് ഇതിന്റെ ലാഭം. ടൺ കണക്കിന് മത്സ്യമാണ് കയറുന്നത്. ഇന്നൊരു ദിവസം കയറുന്ന മത്സ്യമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ലാഭം എന്ന് പറയുന്നത് ലക്ഷങ്ങളും കോടികളുമാണ് ഒരു ദിവസത്തത്. ഇവരെ പോലുള്ളവർ ഈ ബിസിനസ് നിലനിർത്താൻ വേണ്ടി ആരെയൊക്കെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും എന്നത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഉറപ്പായിട്ടും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് പെട്ടെന്ന് ആരും സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇനി ഈ മത്സ്യത്തിന്റെ തോതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മത്സ്യം ഒരു കൊട്ടയിലിരിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് ഇതിനൊരു 3-4 മാസത്തെ വളർച്ച കഴിഞ്ഞാൽ ഇത് 25-30 കൊട്ട മത്സ്യമായി മാറും. ആ മത്സ്യത്തിന്റെ വില എന്ന് പറയുന്നത് 5000 രൂപ മുതൽ 7000 രൂപ വരെയാണ് ഇതിന് വില മതിക്കും. അപ്പോൾ 25 × 5 1.25, 25 × 7 1.25. 1.25 ലക്ഷത്തിനും 1.25 ലക്ഷത്തിനും ഇടയിലാണ് ഈ ഒരു കൊട്ട മത്സ്യത്തിന്റെ വില 4 മാസം വളർന്നു കഴിഞ്ഞാൽ. വെറും 500-600 രൂപയ്ക്ക് വേണ്ടി ഇവയെ പിടിച്ച് നശിപ്പിക്കുന്നത് ഇത് ചോദ്യം ചെയ്യണം. ഇതിപ്പോൾ തുടർച്ചയായിട്ട് 2 മാസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ. ഈ കടലിലെ സമുദ്രത്തിലെ 50% ജീവികളും മരിച്ചു എന്നതാണ് ഇതുവരെയുള്ള കണക്കുകൾ, പഠനങ്ങൾ നമ്മളെ തെളിയിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫിഷിംഗ് തുടർന്നു കഴിഞ്ഞാൽ വരുന്നത് വൻ നാശമായിരിക്കും. ഒരു നാശം ഉണ്ടാവുന്നതിന് മുമ്പേ അതിനെ തടയണം. അതിനെ കൊണ്ട് എല്ലാവരും ഇത് വേണ്ട രീതിയിൽ എല്ലാ അധികാരികളും അതിന്റെ വേണ്ട രീതിയിലുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് വൻ വിപത്ത് തന്നെയായിരിക്കും. എല്ലാവരെയും പോലെ ഇത് ജോലിയും ചെയ്ത് പൈസ മേടിച്ച് പോകാമെന്ന് എനിക്കുമുള്ളൂ. ഞാനിത് കണ്ടു. ഞാനിത് എല്ലാവരിലേക്കും എത്തിക്കണം. ഇത് വേണ്ട നടപടികൾ എടുക്കണം എന്ന് വിചാരിച്ച് ഞാനിത് ഇട്ടേക്കും. എല്ലാവരെയും പോലെ തൊഴിലും ചെയ്ത് പൈസ മേടിച്ച് എനിക്കും പോകാവുന്നേ ഉള്ളൂ.
ഞാനിത് കണ്ടു, ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ, ഈയിടെ ഇതേ കണക്ക് ഒരു വിഷയം ഹാർബറിൽ നടന്നത്. ഞാൻ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരാഴ്ചയാണ് പണിഷ്മെന്റ് കിട്ടിയത്. എല്ലാവരെയും പോലെ ജോലിയും ചെയ്ത് എനിക്കും എൻ്റെ പൈസയും മേടിച്ച് ഇവിടുന്ന് പോകാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ ഹൃദയം തകർക്കുന്ന കാഴ്ച തന്നെയാണ്. ഇതിനോട് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഇത് നമുക്കറിയാവുന്നവരും കണ്ടവരും പരിചയമുള്ളവരൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ആരും ഒരു വിരോധവും നമ്മളോട് കാണിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അടിയന്തരമായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയും നമ്മുടെ ഗവൺമെന്റും വേണ്ട അടിയന്തര നടപടിയും ശക്തമായ തീരുമാനവും ഇതിനകത്ത് എടുത്തില്ല എങ്കിൽ വൻ ഭവിഷ്യത്ത് തന്നെയാണ് ഇതിനകത്ത് വരാനിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാവണം എങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പനികൾ, തീർത്ഥ, സഞ്ചാരി, സമുദ്ര, ഇങ്ങനെയുള്ള കമ്പനികളാണ് ഈ സാധനം ഈ മത്സ്യങ്ങൾ ശേഖരിക്കുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികളെ കൂട്ടണം, സീൽ ചെയ്യണം. ആവശ്യക്കാരുണ്ടാകാതിരുന്നാൽ ഇത് ആരും കരയ്ക്ക് കൊണ്ടുവരികയില്ല, ഇങ്ങനെ നശിപ്പിക്കത്തതുമില്ല. ഇത്തരത്തിലുള്ള കമ്പനികളെയാണ് ഇല്ലാതാക്കേണ്ടത്. നന്ദി.